ആ പുഞ്ചിരിച്ചു. ഓക്കെ. ആ, ഇന്ന് ഇന്നൊരു നോർമൽ ടോക്ക് ആണ്. ഓക്കെ, അല്ലാതെ ലൈക്ക് സിംഫണി സെഷനോ അല്ലെങ്കിൽ മറ്റ് ഡീപ് ക്ലൻസിങ് സെഷനോ ഒന്നും അല്ല. നമുക്ക് ഒരുപാട് ക്ലാസ്സസ് വീണ്ടും വരുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ പത്ത് പത്ത് ദിവസത്തോളായിട്ട് നമ്മൾ ഹൗ ടു ബിക്കം മണി വർക്ക് ബുക്കിന്റെ ക്ലാസ് എടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഒരു ദിവസം പോലും സൂം മീറ്റിംഗ് ഒന്നും വെക്കാൻ കഴിയാതെ പോയത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഈ അവസരത്തിൽ ചോദിക്കാം. ആക്സസ് ബാസിനെ കുറിച്ചോ ക്ലാസ്സുകളെ കുറിച്ചോ ഒക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലോ വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ടെങ്കിലോ ഒക്കെ ചോദിക്കാം കേട്ടോ. നമ്മൾ സിംഫണി ക്ലാസ് ഒക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് പേരൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ സംശയങ്ങൾ ചോദിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സിംഫണി ക്ലാസ് ആണ്, ഇപ്പൊ സംശയം ചോദിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. സോ ദേ ക്യാൻ ആസ്ക് നൗ. അതോടൊപ്പം എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള, നിങ്ങൾ എല്ലാവരും ഹാപ്പി ആണോ? അതെ മാം, വളരെ ഹാപ്പിയാ. തീർച്ചയായും ഹാപ്പിയാണ്. Yes, യെസ് മാം. ശബ്ദത്തിൽ തന്നെയുണ്ട് എന്തൊരു ഹാപ്പിനെസ്. വളരെ ഓക്കെ, ഓവർലോഡഡ്. എന്താണ് മാം? ഹാപ്പിനെസ് ഓവർലോഡഡ്. ഓ വാവ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ബ്ലാസ്റ്റ് ആവാതെ നോക്കണം. എന്താണ്? ബ്ലാസ്റ്റ് ആവാതെ നോക്കണം. അതെ, ഓവർലോഡ് ആയി. ബ്ലാസ്റ്റ് ആയിക്കോട്ടെ, അതല്ലേ നല്ലത്. നമ്മളിൽ മാത്രം സന്തോഷം അടക്കി വെച്ചിരിക്കുന്നതിനകത്ത് എന്ത് സുഖാണുള്ളത്. നമ്മളിൽ നിന്ന് ഈ സന്തോഷമൊക്കെ ഇങ്ങനെ പൊട്ടി ബ്ലാസ്റ്റ് ആയി എല്ലാവരിലോട്ടും ഇങ്ങനെ നമ്മൾ പോകുന്ന നമ്മളായിരിക്കുന്ന സകലത്തോട്ടും അതിങ്ങനെ ഒഴുകണം. അതാണ് അതിന്റെ ഭംഗി. ഓക്കേ, നമ്മളിൽ ഒഴുകട്ടെ, എല്ലാവരിലേക്കും ഒഴുകട്ടെ. എന്തോ? ഒഴുകട്ടെ, എല്ലാവരിലേക്കും ഒഴുകട്ടെ എന്ന്. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അങ്ങനെ ആയിത്തീരണം. നമ്മളെല്ലാവരും അതീവ സന്തോഷമുള്ളവരായും എന്ത് കാര്യങ്ങളിലും വിഷമിക്കാത്തവരായിട്ടും. വിഷമമൊക്കെ വരും. ഉം ഏ മാം, ആരാണ് മാം? ഓക്കെ, ആർക്കും ഒരു ചോദ്യങ്ങളും ഇല്ല. എന്നാ പിന്നെ ഞാൻ സംസാരിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അതിൽ ഒരു സംശയമുണ്ട്. നമ്മൾ ഈ വരുന്ന സിംഫണിയിൽ മരം നട്ടവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. നമുക്ക് മരം നടാൻ പറ്റാൻ ചെടിയാണ് നട്ടത്. അത് കുഴപ്പമുണ്ടോ? മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെടിയാണെങ്കിലും മതിന്ന്. ബ്യൂട്ടി മോൾക്ക് സുഖല്ലേ? ഓ, എനിക്ക് സുഖാണ്. സുമംഗല ചേച്ചി പ്രത്യേക അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് ഓഫീസിൽ നിന്ന് ലേറ്റ് ആയിട്ടൊക്കെയാണ് വരുന്നത്, അതുകൊണ്ടാണ് കയറാൻ പറ്റാത്തെന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഓക്കെ മാം. ആ, സുമംഗല ചേച്ചിക്കും എന്റെ പ്രത്യേക അന്വേഷണം. എനിക്ക് തീർച്ചയായിട്ടും. ക്വസ്റ്റ്യൻ അനൂപ് സാറാണോ ഈ ചോദിച്ചത് ചെടി വെച്ചാ മതിയോന്ന്? അതെ 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 അതെ. നിങ്ങൾ മണ്ണിലൊന്ന് തൊട്ടാ മതി, അതാണ് ആവശ്യം. ഓക്കെ, മണ്ണിലൊന്ന് തൊടണം. നമ്മളൊക്കെ ചെരുപ്പൊക്കെ ഇട്ടവരല്ലേ, റൈറ്റ്? മണ്ണിലൊന്ന് തൊടണം. ആ ഒരു സന്തോഷം. നടണം എന്നുള്ള ബോധം, ഏ നടണം എന്നുള്ള ബോധം എപ്പോഴും ഉണ്ടാകുക. അതെ, ഒരു ഞാൻ എന്താ ചെടികളൊക്കെ ഒരുപാട് വെക്കുന്ന വ്യക്തിയാണ്. ഈ മരം വെക്കാനുള്ള ഒരു സ്ഥലപരിമിതി നമ്മൾ ഈ പറയുന്ന റെന്റ് ഹൗസിലാണ്. അവിടെ ഒരുപാട് പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ചെടികളൊക്കെ ഒരുപാട് വെക്കും. ഈ മരം വെക്കാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. സാർ, ഈ റെന്റ് ഹൗസ് ആണ് റെന്റ് ഹൗസ് ആണെന്നൊക്കെ പറയുന്ന എല്ലാവരോടും, അനൂപ് സാറിനോടല്ല എല്ലാവരോടും എൻ്റെ ഒരു ചോദ്യം, ഈ ഭൂമി നമുക്ക് നിരന്തരമാണോ? ജീവിച്ചിരിക്കുന്നവര് ഭൂമിയിലെ വാടകക്കാരാണ് നമ്മൾ. നമ്മൾ വാടകക്കാരല്ലേ? പിന്നെ അതെ, തീർച്ചയായും. എന്തിനാണ് ചിലത് മാത്രം സ്വന്തം വീട് ചിലത് വാടക വീടാണെന്നൊക്കെ കരുതുന്നത്? നിങ്ങൾ അല്ല, താമസിക്കുന്ന അതുകൊണ്ടല്ല. സ്ഥലം ഏതാണോ അത് നിങ്ങളുടെ സ്വന്തം വീടാണെന്ന് മനസ്സിലങ്ങ് ചിന്തിക്കൂ, സങ്കല്പിക്കൂ. ഓക്കെ, അങ്ങനല്ല. ഇവിടെ ആകുമ്പോൾ ചോദ്യങ്ങൾ പലത് വരുമല്ലോ. നമുക്ക് അവരുടെ അവരുടെ ഒരു സെറ്റപ്പ് അനുസരിച്ചല്ലേ ഒരു ഈ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അവർ ചെയ്യുന്നത്. നമുക്ക് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഇഷ്ടത്തിനെല്ലാം ചെയ്യാം. അതിനകത്ത് പ്രത്യേകിച്ച് മറ്റൊരാളുടെ ഒരു അനുവാദത്തിന്റെ ആവശ്യമില്ല. ഇവിടെ എന്ന് പറയുമ്പോൾ അവര് പറയുന്ന ഒരു ചില റൂൾസ് കൂടെ നോക്കേണ്ടി വരുമല്ലോ. ചട്ടക്കൂടുകൾക്കനുസരിച്ചേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ്, അതുകൊണ്ടാണ്. വളരെ ശരിയാണ്. ഞാൻ മരം വെക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ചുറ്റുമതിലിനകത്തുള്ളതല്ല നമ്മുടെ വീട്, അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന
പ്രദേശം അല്ലെങ്കിൽ ഭവനമല്ല നമ്മുടെ വീട്. ഈ ഭൂമിയെ മുഴുവൻ നിങ്ങൾ ഒരു വീടായി സങ്കല്പിച്ച് എവിടെ വേണമെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത്, വഴിയരികിൽ നടന്നു പോകുന്ന സ്ഥലത്തോ ഓഫീസിന്റെ അവിടെയോ എവിടെയെങ്കിലും ഒരു മരം നിങ്ങൾക്ക് നട്ടൂടെ? Yes. ഓക്കെ. എന്റെ മതിലിനകത്തുള്ളത് മാത്രം, നമ്മുടെ മതിലുകൾക്ക് അകത്തുള്ളത് മാത്രമാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മെ സഹായിക്കുക? അനൂപ് സാറിനോടല്ല കേട്ടോ, എല്ലാവരോടുമായിട്ടാണ്. ഓക്കെ. നമ്മുടെ മതിലിനപ്പുറം എല്ലാം ഭൂമിയാണ്, എല്ലാം നമ്മെ സഹായിക്കുന്നുണ്ട് എന്ന പരിപൂർണമായ ബോധം നമുക്കുണ്ടായിരിക്കട്ടെ. സിംഫണി സെഷൻ ഒന്നും അങ്ങനെ എപ്പോഴും റിസീവ് ചെയ്യാൻ കഴിയുന്ന ഒരു സെഷൻ അല്ല. ചെയ്യാൻ കഴിയും, പക്ഷെ അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മളിത് റിസീവ് ചെയ്യുമ്പോൾ എത്രത്തോളം നിങ്ങൾക്കത് റിസീവ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല. എന്നാൽ കൂടുതൽ പ്രകൃതിയുമായൊക്കെ ഒരുപാട് ഇണങ്ങി ജീവിക്കുന്നവർക്ക് റിസീവിങ് കപ്പാസിറ്റി വളരെ വലുതായിരിക്കും. പ്രകൃതിയുമായി ഇണങ്ങി എന്ന് പറയുമ്പോൾ സകലത്തും പ്രകൃതി തന്നെയാണ്. നമ്മുടെ വീട്ടിലെ ചുവരുകളെന്ന് പറയുന്നതും പാറയും മണ്ണും ജലവും ഒക്കെ തന്നെയാണ്. എല്ലാം പ്രകൃതി തന്നെയാണ്. എങ്കിലും പ്രകൃതിയുടെ നാച്ചുറൽ ഫോമില്, അൺടച്ച്ഡ് ആയിട്ടുള്ള ഫോമില്, മാറ്റങ്ങൾ വരുത്താത്ത ആ ഫോമിലോട്ട് നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ ഊർജത്തെ സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി നമുക്കൊരല്പം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് മരം വെക്കാമോ എന്ന് ചോദിച്ചത്. അത് മാത്രമല്ല, മരങ്ങൾ മാത്രമല്ല, മരങ്ങൾക്കും ചെടികൾക്കും എല്ലാറ്റിനും നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാനുള്ള ശക്തിയുണ്ട്. നിങ്ങളൊരു മരം വെക്കുമ്പോ നിങ്ങളുടെ ഒരു ആഗ്രഹം കൂടി പറഞ്ഞിട്ടും കൂടി വെച്ചു നോക്കൂ. ഒരുപക്ഷെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാനായിട്ട് ആ മരവും തന്നെ കൊണ്ട് കഴിയുന്ന സകല സഹായങ്ങളും ചെയ്യും. നമ്മൾ വിചാരിക്കുന്നതൊക്കെ മിണ്ടാപ്രാണികളാണ്, ഇവർക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, ഇവർക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ, ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ, ഇവർക്ക് ചെവിയുണ്ടോ എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അതാണോ യാഥാർത്ഥ്യം? മരങ്ങളോട് സംസാരിച്ചിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ ഇല്ലേ? ഉവ്വ്. ഞാൻ എന്താണ് അനുഭവം പറയൂ. മരങ്ങളോട് സംസാരിച്ചിട്ടുള്ളതിന്റെയും മരങ്ങൾ തിരികെ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്തതിന്റെയും അനുഭവങ്ങളുള്ളവർ ഒന്ന് പറയാമോ? ഞാൻ പറയട്ടെ. ശ്യാമള ചേച്ചി. എന്നാ പിന്നെ ശ്യാമള ചേച്ചി തന്നെ ആദ്യം ആയിക്കോട്ടെ. ഞാൻ എന്റെ സ്പോട്ട്ലൈറ്റ് ഒന്ന് മാറ്റിക്കോട്ടെ. ആഡ് സ്പോട്ട്ലൈറ്റ്. ചേച്ചി പറഞ്ഞോളൂ കേട്ടോ. ഈ ചെടികളുടെ അടുത്ത് പോകുമ്പോ നമ്മളെ കാണുമ്പോ അവരിങ്ങനെ ആടും, ഇങ്ങനെ അവരുടെ ഇങ്ങനെ ആടും. അതാണോ? അതിപ്പോ കാറ്റ് വന്നത് കൊണ്ടെന്ന് പറയാലോ നമുക്ക്. ഇല്ല, കാറ്റില്ലാതെ തന്നെ. ഞാൻ പലതും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ അടുത്ത് പോയി വർത്തമാനം പറയും, സുഖമല്ലേ, വൈകുന്നേരം 4 മണിയായാൽ അവിടെ പോകും. പക്ഷെ ഇവിടെയല്ല, ഗോവയിലത്തെ അവിടെ നിറയെ ഞാൻ ചെടികൾ വെച്ചിട്ടുണ്ട്, പൂച്ചെടികളും. പിന്നെ ഒരു തെങ്ങുണ്ട്, എന്നാ തെങ്ങിനെ പോയി കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ വർത്താനം പറഞ്ഞിട്ട് വരും. അത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫീലിങ്, നല്ല ഒരു ആശ്വാസം. എന്താ അത് തോന്നാ? നല്ലൊരു സുഖം തോന്നി. എല്ലാം അങ്ങോട്ട് ദുഃഖമൊക്കെ പോയി അത് മാതിരി തോന്നി. എന്തുണ്ടെന്ന് അവിടെ പോയിട്ട് എന്റെ സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് പറയും, എനിക്കിന്ന് ഈ ദുഃഖമുണ്ട്, ഇതാണ്, ഞാനിന്ന് സങ്കടത്തിലാണ് എന്നൊക്കെ പറയും. പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോ അതെല്ലാം പോകും. അത് ചെറുപ്പം തൊട്ട് മുത്തശ്ശി പറഞ്ഞത്, കൽപ്പക വൃക്ഷമാണ്, അതിന്റെ ചോട്ട് പോയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നൊക്കെ. ആ ഒരു ഇതിൽ അങ്ങനെ ചെയ്തു വന്നതാ. ഇതൊന്നും അറിഞ്ഞിട്ടല്ല. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് ശ്യാമള ചേച്ചി. താങ്ക് യു സോ മച്ച്. ഇതിപ്പോ ലിസൺ ചെയ്യുന്ന എല്ലാവരും, അല്ലെങ്കിൽ ഭാവിയിൽ ഇത് കേൾക്കാൻ പോകുന്ന സകലരോടും എനിക്ക് പറയാനുള്ള ഒരു മെസ്സേജ് ഇപ്പൊ ചേച്ചി പറഞ്ഞതാണ്. ഒരുപക്ഷെ നമ്മുടെ സങ്കടങ്ങൾ ഒരു മനുഷ്യനോട് പറഞ്ഞാൽ, മനുഷ്യരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എപ്പോ വേണമെങ്കിലും മാറും. ഓക്കെ. മേ ബി ദേ വിൽ ആക്ച്വലി, എന്താ പറയാ, അവർ വേണമെങ്കിൽ പെട്ടെന്ന് സ്വഭാവം മാറ്റിയിട്ട് നമ്മൾ പറഞ്ഞ രഹസ്യം നമുക്കെതിരെ ഉപയോഗിക്കാം, മറ്റാരോടെങ്കിലും പങ്കുവയ്ക്കാം. അതൊക്കെ ചെയ്യും മനുഷ്യര്. എന്നാൽ മാത്രമല്ല, നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ അടുത്തുനിന്ന് മാറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതും മാറിയിട്ടുണ്ടാവില്ല. നിങ്ങൾ പ്രകൃതിയോട് സംസാരിച്ച് നോക്കൂ, മരങ്ങളോട് നിങ്ങളുടെ വിഷമങ്ങൾ പങ്കുവെച്ച് നോക്കൂ. സീ ദ ഡിഫറൻസ് ഹൗ ഇറ്റ് ഈസ്. അവരാകുമ്പോ ആ രഹസ്യം ആരോടും പറയത്തുമില്ല. ഓക്കെ. ഇതൊന്ന് ഇനി പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം തോന്നുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന ഒരു മരത്തോട് പോയി നിന്ന്
മരങ്ങൾക്ക് ചെവി ഉണ്ട് എന്ന് തന്നെ സങ്കല്പിച്ച് മരങ്ങളോടൊന്ന് സംസാരിച്ചു നോക്കൂ. ഓക്കെ, ഞാൻ ക്ലാസ്സിൽ വരുന്നവരോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾക്ക് സാമ്പത്തിക ആവശ്യം ഉണ്ടെങ്കിൽ പോലും മരങ്ങളോട് പോയി ചോദിക്കാൻ പറയാറുണ്ട്. നമുക്ക് മരങ്ങളോടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ നിങ്ങളത് ചെയ്തു നോക്കൂ. ആൻഡ് സീ ഹൗ ഇറ്റ് റെസനേറ്റ്സ് വിത്ത് യു. എങ്ങനെയാണ് മരം നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ സ്വയം അനുഭവിച്ചറിയൂ. പലരും പറയാറുണ്ട്, മരത്തെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട്, നീ നീ അടുത്ത തവണ കാച്ചില്ലെങ്കിൽ നിന്നെ കൊല്ലും കേട്ടോ, അല്ലെ നിന്നെ വെട്ടിക്കളയും കേട്ടോ എന്നൊക്കെ ഭീഷണിപ്പെടുത്തുമ്പോ മരങ്ങൾ ഇങ്ങനെ ഒരുപാട് ലൈക് കായ്ഫലങ്ങൾ തരുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. അങ്ങനത്തെ അനുഭവം എനിക്ക് അനുഭവം ഉണ്ട് അങ്ങനെ. ഞാൻ ഇപ്രാവശ്യം പറഞ്ഞായിരുന്നു, ചക്ക ഉണ്ടായിരുന്നില്ല പ്ലാവില്. ഞാൻ പറഞ്ഞു ഭീഷണിപ്പെടുത്തി 3 ചക്കയെങ്കിലും എനിക്ക് തരണം എന്ന് പറഞ്ഞു. ശരിക്കും 3 ചക്ക എനിക്ക് കിട്ടി. അത് Wow. അത്ഭുതമായിപ്പോയി. That's really better than this. What else is possible? Wow. അതിനകത്ത് നടാശ ചേച്ചി ഒരു മെസ്സേജ് ഇട്ടേക്കാണ്. നോക്കൂ, 3 ചക്കയെങ്കിലും തരണം എന്ന് പറഞ്ഞപ്പോ കൃത്യമായിട്ട് 3 ചക്കയല്ലേ തന്നത് ചേച്ചി? ശരിക്കും 3 ചക്ക. ഞാൻ എന്റെ എല്ലാവരോടും പറഞ്ഞു, ഇനി ഇതെങ്ങനെയാണ് പറഞ്ഞോളൂ മരത്തിനത് പറഞ്ഞോളൂ. മനസ്സിലായത്? കറക്റ്റ്. അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ ചെവി ഒന്നും ഞാൻ കുറെ എനർജി പുള്ള് കൊടുത്തായിരുന്നു, കൈ പിടിച്ചിട്ട് കുറെ എനർജി പുള്ള്. ഒരു മിനിറ്റ് ചേച്ചി, മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. മരത്തിന് ചെവിയില്ല, പക്ഷെ ചേച്ചി കൃത്യമായിട്ട് 3 എണ്ണമെങ്കിലും തരണേന്ന് പറഞ്ഞപ്പോ 3 ചക്ക മാത്രം കൃത്യമായിട്ട് എങ്ങനെയാണ് ആ മരം നൽകിയത്? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മരങ്ങൾ, ചെടികൾ, നമ്മൾ നമ്മുടെ ചുറ്റും കാണുന്ന സകലത്തിനും ബോധമുണ്ട്, ചെവിയുണ്ട്. നമ്മൾ മനസ്സിൽ സംസാരിക്കുന്നത് പോലും കേൾക്കാൻ ശക്തിയുണ്ട്. നമ്മൾ മനസ്സിൽ നമ്മള് തമാശ പോലെ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്, ചുവരുകൾക്കും ചെവിയുണ്ട് എന്ന്. ഓക്കെ, ചുവരുകളുടെ കാര്യം മറ്റൊരു ദിവസം ക്ലാസ്സിൽ പറഞ്ഞുതരാം. പക്ഷെ ഇപ്പൊ ഈ രഹസ്യം മനസ്സിലാക്കിയിരിക്കൂ, മരങ്ങൾക്ക് കേൾക്കാനുള്ള ശക്തിയുണ്ട്. ആൻഡ് മാത്രല്ല, അവര് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ചോദിക്കുന്ന അനുസരിച്ച് അവർ നടത്തി തരികയും ചെയ്യുന്നതാണ്. ഇതിനകത്ത് നടാശ ചേച്ചി ഒരു മെസ്സേജ് ഇട്ടിരുന്നു. അതിനകത്ത് എഴുതിയിരുന്നത് ഇങ്ങനെയാണ്, ഞാൻ ആ മെസ്സേജ് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. അതിനകത്ത് എഴുതിയിരുന്നത്, എന്റെ ഒരു ആഗ്രഹം മരത്തിനോട് പറഞ്ഞു, ഒരാഴ്ച ആകുമ്പോഴത്തേക്കും അത് നടന്നു. വാവ്. അവിടെ ഓക്കെ, ഇനി വേറെ ആർക്കാ ഇതുപോലുള്ള ഒരു അനുഭവം ഉള്ളത് പറയാമോ? എനിക്കുണ്ട്. ഞാനില്ലേ ആ, എല്ലാ ദിവസവും മുകളിലേക്ക് മെഡിറ്റേഷൻ വേണ്ടി പോകുമ്പോ 1/4 ബക്കറ്റ് മണ്ണ് ബക്കറ്റിലാക്കിയിട്ട് കൊണ്ടുപോകും. ഉം, ഇപ്പൊ ഒരു 6 ഫെബ്രുവരി തുടങ്ങിയാണ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. കാരണം എനിക്ക് നല്ല പ്രഷർ ഉണ്ടായിരുന്നു. അതായത് എനിക്ക് ആരില്ല എന്നുള്ളൊരു പ്രഷർ വരാൻ തുടങ്ങിയപ്പോ ഞാൻ അങ്ങനെ വിഷമം കൂടുതൽ തോന്നുന്ന ദിവസമൊക്കെ ഒരു ചെടി നടും. ഉം, അങ്ങനെ ഇപ്പൊ 86 ചെടി വീട്ടിൽ ഇങ്ങനെ, ഇപ്പൊ ഒരേ പ്ലാന്റ് തന്നെ 3-4 വീതം ഒക്കെയാണ്, 7 ഒക്കെ ഉണ്ട് ഒരേ തരത്തിലുള്ള. എന്നാലും അത് ലീഫി പ്ലാന്റ്സ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അതങ്ങനെ നിറച്ച് ഞാൻ അവിടെ നിന്ന് മെഡിറ്റേഷൻ ചെയ്യും. അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ എല്ലാവരും ഉണ്ട്, ഭൂമി മുഴുവൻ എന്റേതാണെന്നുള്ളൊരു തോന്നല് വന്നു ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം. അത് മണ്ണൊന്നും കൊണ്ടുതരാനൊന്നും ആരും ഇല്ലല്ലോ. അപ്പോഴാണ് ഈ 1/4 ബക്കറ്റ് മണ്ണ് ചുമന്ന് കൊണ്ടുപോകാന്നുള്ളൊരു, ടെറസിന്റെ മേളിലാണോ? ടെറസിന്റെ മുകളിൽ അപ്സ്റ്റെയറിൽ 2-ാം നിലയിലേക്ക് ചേച്ചി, ചുമന്ന് താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ആരുമില്ല എന്ന ആ ചിന്ത എടുത്ത് അങ്ങ് കളയാമോ? അല്ല, ഇപ്പൊ ഞാന് എന്റെ അങ്ങനത്തെ വിചാരമൊക്കെ പോയി. ഭൂമി മുഴുവൻ എന്റെ സ്വന്തമാണ്. ആ, അങ്ങനെ വെരി ഗുഡ്. ഓക്കെ, പിന്നെ വേറെ വിചാരത്തിലൊക്കെ ആരുമില്ല കൂടിയുണ്ട്. എന്നുള്ള ചിന്തയില്ല. മകന്റെ കംപ്ലീഷൻ ലെറ്റർ വന്നു, കോഴ്സ് കംപ്ലീഷൻ ലെറ്റർ ഇന്നലെ വന്നു. പിന്നെ വർക്ക് പെർമിറ്റ് വെച്ചിട്ടുണ്ടാവും. അത് കൂടാതെ എന്റെ അമ്മയുടെയും പിന്നെ മദർ ഇൻ ലോന്റെയും ഗോൾഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു എന്റെ തലവേദന വാസ്തവത്തില്. ഇന്ന് ഞാൻ അതെല്ലാം പോയി എടുത്തു, പലിശ അടച്ചു കഴിഞ്ഞപ്പോ കുറെ ഗോൾഡ്, അവരുടേതായ ഗോൾഡൊക്കെ ഞാൻ ഇന്ന് തിരിച്ച് കൊടുത്തു. അവരുടെയൊക്കെ ചിരിക്കണ മുഖം കണ്ടിട്ടാണ് ഞാൻ ഇന്നിപ്പോ വീട്ടിൽ വന്നിരിക്കണം. എനിക്കത് വലിയ സന്തോഷമുണ്ട്, സന്തോഷം, സമാധാനമുണ്ട്, സന്തോഷം, ആശ്വാസം തോന്നുന്നു. സന്തോഷം. നോക്കൂ, എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, നമ്മുടെ ഏതെങ്കിലും ഒരു ആവശ്യം നടക്കുമ്പോൾ, എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന സമാധാനം അല്ല സമാധാനം. ഒരു കാര്യവും നടന്നില്ലെങ്കിൽ, നമ്മൾ വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ നമുക്ക് സമാധാനം തോന്നുന്നുണ്ടോ?
അങ്ങനെയുണ്ട്. ഞാൻ ആശ്വാസത്തിലാണ്. പക്ഷെ ഈ ഓരോ ചെടി നടുമ്പോഴും എന്നോട് ആരെങ്കിലും പിണങ്ങിന്ന് തോന്നുമ്പോ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോയി ആളെന്നെ ചെടി നടും. അപ്പൊ ഞാനപ്പൊ പോയി ചെടി നടും. ഇപ്പൊ വെരി ചെയ്യണം. ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ വീട് മുഴുവൻ ചെടിയാണെന്നാണ് ഇപ്പൊ അർത്ഥം. ആ ചെടിയായി താഴെയൊന്നുമില്ല, മുകളിലാണ്. കാരണം ഞാൻ ഇത്രയും കേപ്പബിൾ ആയെന്ന് പെട്ടെന്ന് ആൾക്കാർക്ക് എങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ശരി, സാവധാനത്തിൽ മനസ്സിലാക്കിയാൽ മതി. താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഓൾറൈറ്റ്, നോക്കൂ, ഇതൊരു യാഥാർത്ഥ്യമാണ്. ശരിക്കും പറയാം, നിങ്ങൾക്ക് വിഷമം വരുമ്പോ ഒരു കടലിന്റെ അടുത്ത് പോയി ഒരു അല്പസമയം ഇരിക്കൂ. കുറച്ചു സമയം മരങ്ങളെ ഇങ്ങനെ നോക്കിയാൽ ഓരോ ഇലകളെയും കുറേ സമയം നോക്കിയിരിക്കൂ. എന്നിട്ട് നിങ്ങളുടെ പ്രയാസം, കുശുമ്പ്, കുന്നായങ്ങള്, വിഷമങ്ങള്, പരാതികളൊക്കെ ഇങ്ങനെ ചുമ്മാ പറഞ്ഞിരിക്കേ. പിന്നെ മാം എനിക്ക് ഒന്നുകൂടിയുണ്ട്. ആ ഒന്നുകൂടിയുണ്ട്. രാത്രി ആവുമ്പോ ഞാൻ സിറ്റ് ഔട്ടിൽ ഇറങ്ങിയിട്ട് വിളക്ക് ഈ തൂക്കുകളൊക്കെ ഇടാറുണ്ട്, അത് എടുക്കും. പിന്നെ കുറച്ചു നേരം അവിടെ മുറ്റത്തൊക്കെ നിന്ന് ഒറ്റയ്ക്കാണല്ലോ, അപ്പൊ പുറത്തൊക്കെ നോക്കുമ്പോ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഫേവറല്ലാത്ത ഒരു സ്മെല്ല് വരാറുണ്ട്. ഓക്കെ. അപ്പൊ സ്മെല്ല് വരുന്നത് വേറൊരു ഡിഫറെന്റ് എനർജിയാണ്. അപ്പൊ ഞാനിപ്പോ ചെടികളോടൊക്കെ പറഞ്ഞു, ഇതൊന്നും ഇവിടെ സ്വീകരിക്കരുത്, എന്നെ പേടിപ്പിക്കുന്നതൊന്നും ഇവിടെ വരുത്തരുത്, അങ്ങനെ പറയാൻ തുടങ്ങി. പിന്നെ തൊട്ടപ്പുറത്തെ പറമ്പിൽ ഒരു വലിയ കടപ്പ്ളാവുണ്ട്, അതിനോട് പറഞ്ഞു എന്നെ സംരക്ഷിക്കണം, ഇങ്ങനെ വരുന്നവരെയൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചോളണം എന്ന് പറഞ്ഞു. ഇപ്പൊ അങ്ങനെ ഇല്ല. വെരി ഗുഡ്, വെരി ഗുഡ്. സി, ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അൺഎക്സ്പ്ലോർ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അൺഎക്സ്പ്ലോർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് അറിയാമായിരുന്നു, നമ്മുടെ പൂർവികർക്കൊക്കെ ഇത് അറിയാത്തൊന്നുമല്ല. എന്നാൽ ഇപ്പോഴത്തെ ജനറേഷന് കേൾക്കുമ്പോൾ പലതായിട്ട് തോന്നുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മരങ്ങൾക്ക്, ചെടികൾക്ക്, ഇവർക്കൊക്കെ കേൾക്കാനുള്ള ശക്തിയുണ്ട്, നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള ശക്തിയുണ്ട് എന്നുള്ളത്. നമുക്ക് ഒരുപക്ഷെ ഇതിനകത്തിരിക്കുന്ന ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിരിക്കും. ഒരിക്കലും ഒരു മാഡം എന്നോട് പറഞ്ഞെന്ന് വെച്ചാല്, ക്ലാസ്സിൽ വന്നപ്പോൾ പങ്കുവച്ചൊരു അനുഭവം ഇതാണ്. മരത്തെ പോയി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരുപാട് എന്താ പറയാ, മാങ്ങ തരണേന്ന് പറഞ്ഞു. 500ഓളം മാങ്ങയാണ് ആ വർഷം അവർക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. 500ഓളം. എന്നാൽ ഒരുപാട് വർഷമായത്ര അതിനകത്ത് മാവ് കാച്ചിട്ട്. അങ്ങനത്തെ വേറൊരു സാർ പറഞ്ഞൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം അച്ഛൻ ഇങ്ങനെ എല്ലാ മരവും ഇങ്ങനെ വെട്ടിക്കളഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും അദ്ദേഹം ആ ഒരു മരത്തിനോട്, അദ്ദേഹം കുഞ്ഞായിരുന്നപ്പോഴാണ്, അദ്ദേഹം ആ മരത്തിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അയ്യോ, നീ ഒരു കായെങ്കിലും ഇടുവോ, ഒരു ചക്കയെങ്കിലും ഇടുവോ, ഇല്ലെങ്കിൽ നിന്നെയും അച്ഛൻ വെട്ടിക്കളയും എന്ന് പറഞ്ഞു. ആ പ്ലാവ് ഒരു ചക്ക കൊടുത്തതിന് ശേഷം തനിയെ പട്ടുപോയി. സോ ഓക്കെ, പട്ടുപോയെന്ന് കേൾക്കുമ്പോ നിങ്ങൾക്ക് വിഷമം തോന്നാം, ഫൈൻ. എന്നാൽ ഞാൻ അവിടെ പറഞ്ഞു വന്നതെന്ന് വെച്ചാല്, ആ ഒരു ചക്ക ബാക്കി ആരും അവിടെ കായ്ക്കുന്നില്ല. എന്നാൽ ഈ പ്ലാവ് ഒരു ചക്ക കൊടുത്തിട്ട് പോയി എന്നുള്ളതാണ്. അവിടെ കായ്ക്കാത്തതിന് വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടാവാം. ആ ഭൂമിയിൽ ഒരു പക്ഷേ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞൊരു ഭൂമിയായിരിക്കാം. തമ്മില് അടികളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുള്ള, വസ്തുതർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള, പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു ഭൂമിയായിരിക്കാം. അപ്പൊ ഒരുപക്ഷെ മരങ്ങൾ അവിടെ വിഷമിച്ച് നിൽക്കുന്നുണ്ടാവും, ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ, ലൈക്ക്. സോ ഇറ്റ് ക്യാൻ ബി ബിക്കോസ് ഓഫ് മെനി റീസൺ. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്നാൽ ഒരു യാഥാർത്ഥ്യം നമ്മൾ അറിയേണ്ടത് എന്തോ, ചേച്ചി പൊമഗ്രാനൈറ്റ് ട്രീ, ആ ചേച്ചി ട്രീയോട് പറഞ്ഞത് ഹലോ ചേച്ചി എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എനിക്കത് കൃത്യമായിട്ട് കേൾക്കാൻ കഴിയുന്നില്ല. ഒരു പൊമഗ്രാനൈറ്റ് ട്രീ ഉണ്ടായി മാം, ഓക്കെ. ചെറിയൊരു ചെടി. ഇതില് കൊറേ പൂവുണ്ടാന്ന്, കായാവുന്നില്ല. ഞാൻ മാം പറഞ്ഞതുപോലെ അതിന് ട്രീറ്റ് ആക്കി അതിന് കായ് തരണമെന്ന് പറഞ്ഞു. അപ്പൊ കൊറേ പൂന്നല്ലാണ്ട് ഇപ്പൊ മാത്രം ഒരു കായ് ആയിട്ട് നിങ്ങൾക്ക് തിന്നാൻ കിട്ടി. ചെറിയൊരു ചെടി, അത് നമ്മളെ ഈ ക്ലൈമറ്റിലാണ്. Wow, wow, amazing, amazing. Okay. Thank you so much for sharing. Thank you.
താങ്ക് യു മാം. ബ്യൂട്ടി മാം, എന്തോ ഞാൻ ആ എന്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഇവിടെ ഒരു മുരിങ്ങമരം ഉണ്ടായിരുന്നു. ഇവിടെ മതിലിനോട് ചേർന്നിട്ട് അറബിയോളെ വീടല്ല, അപ്പൊ അവര് മതില് പൊളിഞ്ഞാടും എന്ന് പറഞ്ഞിട്ട് അവര് മരം കംപ്ലീറ്റ് വെട്ടിയിട്ട് അവര് ഒരു കറുപ്പ് കളർ പെയിന്റ് അടിച്ചു ഞാൻ മുളച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതുപോലെ അങ്ങനെ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുത്തിട്ട് അതിന്ന് പിന്നെ അതിന്റെ ഭാഗത്തുനിന്ന് എവിടുന്നോ ഒരു ചെറിയ ഭാഗം മുളച്ചു പൊന്തി ഇപ്പൊ വലിയ മരമായി. എന്താണ് പ്രാവുകളും ഈ മറ്റേ ചെറിയ കിളികളുണ്ടല്ലോ, അവരൊക്കെ വന്നിരിക്കുന്നു. വലിയ മരം. വാവ്, അത് എനിക്ക് കാണുമ്പോ വലിയ വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു സന്തോഷല്ലേ? മുരിങ്ങ കായ ഉണ്ടാവാൻ. അത് വളരെ മുകളിലാണ് ഉണ്ടാവുന്നത് കായ. പ്രാവശ്യം ഉണ്ടായപ്പോ പൊട്ടിക്കാൻ പറ്റില്ല. അങ്ങനെ ഇപ്രാവശ്യം ഉണ്ട്. ഉണങ്ങി നിന്നിട്ടുള്ള കായകൾ ഇപ്പോഴും അതുമ്മ തന്നെ തൂങ്ങി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു, ഈ കായ ഉണ്ടാവണമെനിക്ക് താഴത്ത് തന്നെ തരണം. എനിക്ക് എത്തി പൊട്ടിക്കാൻ, അത് ഉയരത്തിലുണ്ടായിട്ട് എനിക്ക് പൊട്ടിക്കാൻ പറ്റുന്നില്ല, ഉണങ്ങി പോവല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്രാവശ്യം ഇങ്ങോട്ട് എന്താണ് അതിന്റെ വീടിനോടൊപ്പം തന്നെ പൂക്കള് നിറച്ച് പൂക്കളായിരുന്നു. എന്നിട്ട് ആ പൂക്കളൊക്കെ പിന്നെ അങ്ങനെ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറെ താഴത്ത് എത്തുന്നിടത്തൊക്കെ ഒരു 5-8 പൊട്ടിക്കാൻ കിട്ടി. ഇപ്പോൾ അവിടെ ഉണ്ടാവുന്നുണ്ട്, പിന്നെ മുകളിലുണ്ട് നന്നായിട്ട്. ഞാൻ എന്നും പറയും താങ്ക് യു സോ സന്തോഷം. മച്ച് ഫോർ ഷെയറിംഗ് ചേച്ചി. താങ്ക് യു സോ മച്ച്. വേറെ ആർക്കെങ്കിലും ഈ അനുഭവം ഉണ്ടോ? എന്തിനാണെന്നറിയോ ഈ അനുഭവം എല്ലാവരോടും ചോദിക്കുന്നത്? ഒരാൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് കെട്ടുകഥയാണെന്ന് തോന്നും. രണ്ടുപേര് പറയുമ്പോ അതും ചിലപ്പോ ഒരു ഇൻസിഡന്റൽ ആയിട്ട് ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് ആണെന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ 10-100 പേര് ഇതുപോലെ സെയിം അനുഭവം പറയുകയാണെങ്കിൽ അതൊരു യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ശരിയല്ലേ? എനിക്കുണ്ട്. റൈറ്റ്? തീർച്ചയായും. പിന്നെ മാം, ഞാന് ഒരു പറഞ്ഞോട്ടെ. കാര്യം ചോദിച്ചോട്ടെ? പിന്നെ മാമിന്റെ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു 2-3-4 ഈ സിംഫണി സെക്ഷന്റെ ഒക്കെ മുന്നൊരു ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. അതിലൊന്നിലും കയറിയത്, ഒന്നിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അന്ന് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പിറ്റന്നാൾ ഒരു പൂച്ച ഡോറിന്റെ അവിടെ തന്നെ, AC ഇടുമ്പോൾ വാതിലിന്റെ ഡോറിന്റെ അവിടെ തന്നെ വന്ന് കിടക്കുന്നുണ്ട്. അതെപ്പോഴും ഞാൻ കാണലുണ്ട്. വേസ്റ്റ് കച്ചറയിൽ ഇവിടെ കൊണ്ടുപോയിടാൻ പോകുമ്പോ ഇന്ന് കാണും. മുഖത്തൊക്കെ മുറിവ് വന്നിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അവര് ഭക്ഷണം അതൊന്ന് പെറുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അല്ലേ, ഗൾഫിലല്ലേ, അപ്പൊ അതോടെ കവറിലല്ലേ എല്ലാരും കൊണ്ടുപോയിടുക. അപ്പൊ അതൊക്കെ മാന്തിയിട്ട് കഴിച്ചിട്ട് മുഖത്തൊക്കെ. ഞാനൊക്കെ എപ്പോഴും പറയുന്നത് ഒന്ന് കിട്ടിയില്ലേ കഴിക്കാനെന്നൊക്കെ പൂച്ചോട് ഇങ്ങനെ വെറുതെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയോ. പിന്നെ ഇവിടുന്ന് എന്തെങ്കിലും ചിക്കന്റെ മീനിന്റെ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാനത് വേറെ കവറിലിട്ടിട്ട് പൂച്ചകൾക്കായിട്ട് കൊണ്ടുപോയി ഇട്ട് കൊടുക്കും അവിടെ തന്നെ. അപ്പൊ അങ്ങനെ ചെല്ലുമ്പോ തന്നെ എന്റെ പിന്നാലെ വരും പൂച്ചകള്. അത് അപ്പൊ അവിടെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അങ്ങനെ അവരോട് സംസാരിച്ചിട്ട് വരും. അങ്ങനെ ഒരു ദിവസം, പിന്നെ ഒരു 5-6 ദിവസം പൂച്ച വീട്ടിൽ നിന്ന് പുറത്ത് പോണില്ലേ. ഡോറിന്റെ അവിടെ നമ്മള് മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. നമ്മള് മുട്ടിയിട്ടും പൂച്ചയ്ക്ക്. ചേച്ചി വെയിറ്റ്, ചേച്ചി പറഞ്ഞു വരുന്നത് ക്ലാസ്സിന് ശേഷം ചേച്ചിയെ തിരക്കി ഒരുപാട് പൂച്ച വരുന്നു എന്നാണോ, അതോ ഒരു പൂച്ച വരുന്നു എന്നാണോ? ഒരു പൂച്ച വന്നിട്ട് പിന്നെ പുറത്തേക്ക് പോണില്ല. ഫുഡ് കഴിക്കാൻ പുറത്തേക്കേ പോണില്ല. പിന്നെ വീട്ടിൽ തന്നെ നിൽക്കുക. അതിന് എപ്പോഴും പാല് വേണം. പുറത്തേക്ക് ഇറങ്ങി അതിന് എന്തോ ഭയങ്കര ദാഹമായി എപ്പോ കൊടുത്തു കഴിഞ്ഞിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശരി, പൂച്ച. അങ്ങനെ ഒരാഴ്ച അങ്ങനെ ഉണ്ടായിട്ട് പൂച്ച ഇപ്പൊ ഒരാഴ്ച ഞാൻ ദേഷ്യപ്പെട്ടു പോന്ന് പറഞ്ഞിട്ട്. ദേഷ്യം കൊണ്ടല്ല, സ്നേഹം കൊണ്ടുള്ള ഒരു ദേഷ്യം പറഞ്ഞപ്പോ പൂച്ച ക്ലാസ് വെക്കുന്നതാണ്. അതുകൊണ്ട് അതിന്റെ റെക്കോർഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ബാബാന്റെ മൊബൈലിലേക്ക് Okay. My dear all, please listen. I'm muting everybody now. ആശ്വാസായി. ഇടയ്ക്ക് ഒരു പൂച്ചക്കഥ കേട്ടു. അത് എന്താണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, എനിവേ, വെയിറ്റ് പ്ലീസ്. 2, ഇതിനിടയ്ക്ക് ആക്ച്വലി വീട്ടിൽ ഹസ്ബൻഡും വൈഫ് അടികൂടുന്നതാണോ, അത് ഇടയ്ക്ക് ഒരു ശബ്ദം കേട്ടു. അതും എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായിരുന്നാലും
എല്ലാം കൂടി ഒരു അവിയൽ പരുവം പോലായി. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഇത്രയും സമയം പൂച്ചക്കഥ പറഞ്ഞ ചേച്ചിയുടെ പേരെന്താ? ആരെങ്കിലും കൃത്യമായിട്ട് ആ കഥ പറഞ്ഞ മനസ്സിലായ ആരെങ്കിലും ഉണ്ടോ? വളരെ ഷോർട്ടായിട്ട് പറഞ്ഞുതരാമോ എന്താ ചേച്ചി പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്? ഏ ചേച്ചി പിണങ്ങിപ്പോല്ലേ? എനിക്ക് മനസ്സിലാവാത്തോണ്ടാ, ഇങ്ങനെ എന്തൊക്കെയോ പറയുന്ന പോലെ മാത്രം തോന്നിയതുകൊണ്ടാ കേട്ടോ. ആരാ അത് പറഞ്ഞത്? നമസ്കാരം മാം, ഞാൻ ഹിതയാണ്. പറഞ്ഞത് ഞാനല്ല. ഓക്കെ, എന്താ എനിക്ക് പറഞ്ഞത് ചേച്ചി? എനിക്ക് മനസ്സിലായത്, ആ മാമിന്റെ സിംഫണി ക്ലാസ്സിന് മുമ്പായിട്ട് എപ്പോഴോ മാമിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ചേച്ചി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു. പൂച്ചയ്ക്ക് ഒന്നും കിട്ടാറുണ്ടായിരുന്നില്ല. ചേച്ചി ഭക്ഷണം കൊടുത്തു തുടങ്ങി. ഓക്കെ കൊടുത്തു തുടങ്ങിയതിന് ശേഷം ഇപ്പോ ആ പൂച്ച ചേച്ചിയുടെ വാതുക്കൽ നിന്ന് മാറുന്നില്ല. ഓക്കെ ഭക്ഷണത്തിന് വേണ്ടി പുറത്തേക്ക് പോകുന്നുമില്ല. ശരി, അതിനെന്താ ചെയ്യണ്ടേ? ഇതാണ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ബാക്കിയൊന്നും എനിക്ക് മനസ്സിലായില്ല മാം. ഒരു മനുഷ്യനായിരുന്നാലും മനുഷ്യന്മാർ അത്രയും നന്ദി കാണിക്കത്തില്ല. പക്ഷേ ഒരു പൂച്ചക്കുട്ടിയായിരുന്ന നമ്മള് ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും അവര് ആ സ്നേഹവും നന്ദിയും, അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ഫുഡിന് വേണ്ടിയിട്ട് അവർ നമ്മുടെ അടുത്തോട്ട് വരും. ദാറ്റ് ഇസ് എ നോർമൽ തിങ്. അതിൽ ചേച്ചിക്ക് ബുദ്ധിമുട്ടാണോ അതോ ചേച്ചിക്ക് അത് സന്തോഷാണോ പ്രകടിപ്പിച്ചത്? ആ ഭാവമാണ് എനിക്ക് മനസ്സിലാവാത്തത്. ചേച്ചി സങ്കടമാണോ പറഞ്ഞത്, അതോ എന്തിനാ ഈ പൂച്ച എന്നെ തിരക്കി വരുന്നു എന്നാണോ? എന്തായിരുന്നു അതിലെ ചോദ്യം? ഓക്കെ, ചോദ്യം മാത്രം ബാക്കിയായി. അതെ, പറയൂ ചേച്ചി. സിന്ധു ആണ്. സിന്ധു പറയൂ. ആലുവയിൽ ഞങ്ങളുടെ വീടിന്റെ മുന്നിലുള്ള മാവ് കഴിഞ്ഞ വർഷം സീസൺ അവസാനിക്കാറായപ്പോഴേക്ക് നിറയെ ഇലയെല്ലാം ഇങ്ങനെ മോശമായിട്ട് ആ മാവ് ഇങ്ങനെ ചീത്തയാവണ പോലത്തെ ഒരു ലക്ഷണം കണ്ടായിരുന്നേ. അപ്പൊ ഞാൻ മാവിനോട് പറഞ്ഞു, ഇതെങ്ങനെ ശരിയാവണേ? നിങ്ങള് ഇങ്ങനെ ഇലയൊന്നും ചീത്തയായി ആ മാവ് ചീത്തയായി കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം നിങ്ങളെ ഇവിടെ നിലനിർത്താനായിട്ട് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടതാ. എല്ലാവരും വെട്ടാൻ പറഞ്ഞപ്പോ ഞാനാണ് നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തത്. അതുകൊണ്ട് ഇലയെല്ലാം നല്ല മിടുക്കന്മാരായിട്ട് നല്ല ഇലയോടുകൂടി വേണം അടുത്ത തവണ വന്നിട്ട് നല്ല മാങ്ങ ഉണ്ടാവണം. അങ്ങനെ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ പ്രാവശ്യം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ സീസണായി ഞാൻ നോക്കിയപ്പോ ആ ഇലയെല്ലാം നല്ല നോർമലായിട്ട് മാങ്ങ കുറേയും കൂടി താഴേക്ക് എനിക്ക് പറിക്കാൻ പറ്റണ പോലെ കുറേ മാങ്ങകൾ താഴേക്ക് ഇങ്ങനെ ചാഞ്ഞു കിടന്നിട്ടുണ്ടായിരുന്നു മാങ്ങ. അമേസിങ്. താങ്ക് യു സിന്ധു ചേച്ചി. നോക്കൂ, ഇതുപോലെ അനേകം അനുഭവങ്ങൾ ഒരുപക്ഷെ കുറച്ച് കഴിഞ്ഞ തലമുറയിലുള്ളവരോട്, കഴിഞ്ഞ തലമുറ എന്ന് ഞാൻ പറയുന്നില്ല, ഒരല്പം പ്രായം മുതിർന്ന വ്യക്തികളോട് അവര് മാവിനോടും പ്ലാവിനോടും ചെടികളോടും മരങ്ങളോടും ഒക്കെ സംസാരിച്ച കഥകളൊക്കെ നിങ്ങൾ ചോദിക്കണം. അപ്പൊ അവർ ഓരോ അതിശയങ്ങളും, ചിലപ്പോ ചില കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിശയോക്തി പോലെ തോന്നും. ഓക്കെ, ഇതിപ്പോ പറഞ്ഞതെല്ലാം നമ്മള് വളരെ എന്താ പറയാ നല്ല കഥകളാണ് കേട്ടതെങ്കിൽ വേറെയും കഥകളുണ്ട്. ലൈക്ക് ആത്മാക്കൾ കൂടിയിരിക്കുന്ന മാവും പ്ലാവും ഒക്കെ, അതും ഡിഫറെന്റ്, ദാറ്റ് ഇസ് എ ഡിഫറെന്റ് ടോപ്പിക്. ഹവർ ഇതിനും ലൈക്ക് പ്ലാന്റ്സിന് ആനിമൽസിന്റെ കാര്യം പോട്ടെ, പ്ലാന്റ്സിന് ട്രീസിന് എല്ലാം തന്നെയും, മരങ്ങൾക്കും ചെടികൾക്കും എല്ലാം തന്നെയും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഹൃദയവികാരങ്ങൾ, വിചാരങ്ങൾ, ഇമോഷൻസ്, ഇതെല്ലാം മനസ്സിലാക്കാനും പിക്ക് ചെയ്യാനും നമ്മളെ സാന്ത്വനിപ്പിക്കാനും എല്ലാം ശക്തിയുണ്ട്, കഴിവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി മരങ്ങളുടെയൊക്കെ അടുത്ത് പോയിരിക്കുമ്പോ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഉറക്കം വരുന്നത്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആൽത്തറയിലൊക്കെ പോയിരിക്കുമ്പോൾ നല്ലൊരു ഉറക്കം വരുന്നത്, ഓരൊരു ആശ്വാസം ഫീൽ ചെയ്യുന്നത്. സ്ട്രെസ്ഫുൾ ആകുമ്പോൾ കുറച്ചു നേരം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലേ, വീട്ടിലെ ഹസ്ബൻഡും വൈഫും ഓർ മക്കളും തമ്മിലൊക്കെ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ കുറച്ച് സമയം വീട് മുറ്റത്തിനടുത്തുള്ള ഏതെങ്കിലും ഒരു മരത്തിനടുത്ത് കുറേ സമയം ശാന്തമായിട്ട് ഇരുന്നിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഭയങ്കര റിഫ്രഷ് ആയി. കാരണം നമ്മുടെ ഉള്ളിലുള്ള എല്ലാ സംഭവങ്ങളും അവർ പിക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഒരുപക്ഷെ വീണ്ടും പറയട്ടെ, മനുഷ്യരോട് ഒരുപക്ഷെ നമ്മുടെ രഹസ്യങ്ങളും പ്രയാസങ്ങളും പറയാൻ പറ്റിയെന്ന് വരില്ല. അവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഇവിടെ കേട്ട് അവിടെ പറയുന്നവരുണ്ടാവാം. അതുപോലെ തന്നെ നമ്മുടെ രഹസ്യങ്ങളൊക്കെയും അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളൊക്കെയും അറിഞ്ഞതിന് ശേഷം അതിനെ ഒരു വീക്ക്നെസ് ആയിട്ട് നമുക്കെതിരെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ നമ്മെ വേദനിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നവരുണ്ടാകാം.
ഓർ ആ നമ്മുടെ അടുത്ത് നിന്ന് കേട്ട കഥകളെ ഉപയോഗിച്ച് തന്നെ നമ്മെ പരിഹസിക്കുന്നവരുണ്ടാകാം. ഓക്കെ, നമ്മൾ അറിയാതെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നവരുണ്ടാകാം. എന്നാൽ മരങ്ങളൊന്നും അങ്ങനെയല്ല. പ്രകൃതി അങ്ങനെയല്ല. നിങ്ങൾക്ക് പ്രകൃതിനോട്, പ്രപഞ്ചത്തോട്, നക്ഷത്രങ്ങളുടെ കാര്യം വേറൊരു ദിവസം സംസാരിക്കാം. മരങ്ങളോടൊക്കെ നിങ്ങൾ സംസാരിച്ച് ശീലിക്കൂ. ആൻഡ് ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇവിടെ വളരെ സീരിയസ് ആയിട്ട് ബുദ്ധിയുള്ള ആൾക്കാരെയൊക്കെ ഇനി ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം കമ്പ്യൂട്ടറിന്റെ കാലഘട്ടമാണ്. ഒരുപാട് ബുദ്ധിയുള്ളവരൊന്നും ആവശ്യമില്ലാത്ത കാലഘട്ടം എത്തിക്കഴിഞ്ഞു. നമുക്ക് വേണ്ടത് നല്ല മനുഷ്യരെയാണ് ഈ ഭൂമിയിൽ. നല്ലോണം ചിരിക്കുന്ന, ശാന്തതയുള്ള, റൈറ്റ്, ആൻഡ് സ്നേഹിക്കുന്ന, കരുണയുള്ള മനുഷ്യരെയാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് അങ്ങനെ നല്ല മനുഷ്യരാകാൻ, മറ്റുള്ളവരെ വിധിക്കാതെ അങ്ങനെയൊക്കെ നല്ല മനുഷ്യരാകാനായിട്ട് നമുക്ക് പ്രകൃതിയിൽ നിന്നും കുറെ എക്സാമ്പിൾസ് പിക്ക് ചെയ്യാം. ഓക്കെ, ഒരു കള്ളനായിരുന്നാലും ശരി, നല്ലവനായിരുന്നാലും ശരി, ഒരു മരവും ആരെയും വിധിക്കുന്നില്ല. രണ്ടുപേർക്കും ഒന്നുപോലെ തണൽ നൽകുകയാണ്. ഓക്കെ, മാം അവർക്ക് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ആ ഈ EFT പോലത്തുള്ള മൊഡാലിറ്റീസ് എല്ലാം ഉണ്ടല്ലോ, EFT മറ്റുള്ള കുറെ റേക്കി പോലത്തുള്ള മൊഡാലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. ആ അപ്പൊ അവരൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ബോഡി എനർജി ചാനലൈസ് ചെയ്യുന്നുണ്ട്. അതില് പിന്നെ നെഗറ്റീവ്, ഇപ്പൊ നമ്മളിപ്പം ഒരാളെ ഹീൽ ചെയ്യുമ്പം ഡെഫിനറ്റ്ലി അവർക്കുള്ള നെഗറ്റീവ് എനർജീസ് നമ്മളത് പിന്നെ റിമൂവ് ചെയ്യുകയാണല്ലോ. അപ്പൊ ആ സമയം അത് നമ്മള് ബോഡിയിലൂടെ വന്നു കഴിഞ്ഞ് കോഡ് കട്ടിങ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രോബ്ലംസ് ഫ്യൂച്ചറിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ നിയർ വൺസിന് പ്രോബ്ലംസ് ഉണ്ടാവും എന്നുള്ള ഒരു ഇത് ഞാൻ കേട്ടു. അപ്പൊ അതിലെന്താ അതിന്റെ ലോജിക് എന്താന്ന്, ലോജിക് അല്ല, വാട്ട് ഇസ് ബിഹൈൻഡ് ദാറ്റ് ഒന്ന് പറഞ്ഞുതരൂ. മാഡം, അത് അവരോടാണ് ചോദിക്കേണ്ടത്. അത് അവരുടെ അറിവും അവരുടെ ജ്ഞാനവുമാണ്. അത് അല്ല അത് ഞാൻ മാമിനോട് ചോദിക്കാൻ കാരണം, അപ്പൊ അവര് പറഞ്ഞു ഇപ്പം ഈവൻ നമ്മളിപ്പം പഠിച്ചിരിക്കുന്ന ഹീലിംഗ് മെത്തഡോളജിയിലും നമ്മൾ എനർജി പിന്നെ റിസീവ് ചെയ്യുന്നതും സെൻഡ് ചെയ്യുന്നതും ഉണ്ടല്ലോ. അപ്പൊ അവര് പിന്നെ വളരെ ഇതായിട്ട് കർക്കശമായിട്ട് ഈവൻ ഞാൻ പറഞ്ഞപ്പോഴും അവര് പറയുന്ന വെച്ചാൽ അങ്ങനെ ഒരു എനർജി ഫ്ലോ നടന്നിട്ടുണ്ടെങ്കിൽ അവരുടെ നെഗറ്റീവ് എനർജിയും നമ്മുടെ ഉള്ളിലൂടെ പാസ് ചെയ്തതുകൊണ്ട് അത് അവിടെ പിന്നെ നമ്മളത് അൺലെസ് ആൻഡ് അൺടിൽ വി റിമൂവ് ഇറ്റ് വിത്ത് എനി അതർ ടെക്നിക്സ് അത് അവിടെ നിൽക്കും. അത് നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് തരുന്നു പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ മാമിനോട് ചോദിച്ചത് അത്. ഓക്കെ. അതിന്റെ മറുപടി ഞാൻ പറഞ്ഞോട്ടെ. അത് വന്നിട്ട് ഇത് അങ്ങനെ ഏതെങ്കിലും ഒരു മൊഡാലിറ്റി പഠിക്കുന്നുണ്ടെങ്കിൽ അവരത് റിമൂവ് ചെയ്യാനുള്ള ടെക്നിക്കോടാണ് പഠിപ്പിക്കുന്നത്. ഒരിക്കലും വന്നിട്ട് നമ്മളിലേക്ക് ഇപ്പോൾ ഹീൽ ചെയ്യുന്ന ഒരു ഹീലറിലേക്ക് വന്ന് അവിടെ തന്നെ തങ്ങി നിൽക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല. അത് സെൽഫായിട്ടുള്ള ഹീലിംഗും കൂടെ അതിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് എനർജിയും ആ ഹീലറിൽ തങ്ങി നിൽക്കുന്നില്ല. അഥവാ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് പഠിക്കാത്ത ഒരു വ്യക്തിയിലായിരിക്കാം. ഒരു നല്ല മാസ്റ്ററിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് പൂർണ്ണമായി ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ വ്യക്തമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇത് അനികുമാർ സാർ ആണോ? അല്ല, അനൂപാണ്. അനൂപ് സാർ. ഓക്കെ. എനർജി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ആക്ച്വലി നിങ്ങളുടെ സങ്കല്പം? ഒരു മിനിറ്റ്. സെൽഫ് ഹീലിംഗ് ശരിക്കും നല്ല ക്ലെൻസിങ് ഇല്ലെങ്കിൽ ചിലപ്പോൾ സംഭവിക്കാം. നന്നായിട്ട് ക്ലെൻസ് ചെയ്താൽ ആ പ്രശ്നം വരുന്നില്ല. ഓക്കെ, എന്നോട് ചോദിച്ച ചോദ്യത്തിന് എന്റെ ബോധ്യം പറഞ്ഞു തരട്ടെ. അയ്യോ, എന്താണ് സത്യത്തിൽ ഈ ഊർജം എന്നാണ് നിങ്ങൾ എല്ലാവരുടെയും വിചാരം? എന്താണ് ഊർജം? അതൊരു കുഴക്കുന്ന ചോദ്യം തന്നെ. ആരാണ് നെഗറ്റീവ് ഈ ലോകത്ത്? അല്ല, ആരാണ് പോസിറ്റീവ് ഈ ലോകത്ത്? കുറെ പോസിറ്റീവ് ആൾക്കാരെ ഒന്ന് കാണിച്ചു തരാമോ പ്ലീസ്? അങ്ങനെ ആരുമില്ല. നെഗറ്റീവ് പൂർണ്ണമായും ആൾക്കാരെ ഒന്ന് പോസിറ്റീവ് കാണിച്ചു ആയിട്ടുള്ള ഒരു തരാമോ? വ്യക്തിയും ആരുമില്ല. അല്ല, എങ്ങനെ? ചിലർക്ക് എല്ലാത്തിനോടും എന്തിനോടും ഒരു നെഗറ്റീവ് അപ്രോച്ച് ഉണ്ടാവില്ല. അവർ ചെയ്താലും ശരിയില്ല, ഇവര് ചെയ്താലും ശരിയില്ല, അവരിങ്ങനെ ഇവരിങ്ങനെ എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ എനിക്കെന്തുകൊണ്ട് ഈ കഷ്ടപ്പാട് വരുന്നത്, ഞാൻ എന്താ ഇങ്ങനെ ആവുന്നേ, അങ്ങനെയുള്ള ഒന്നിനോടും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇല്ല, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യാൻ അറിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ അതൊരു നെഗറ്റീവ് എനർജി ഉള്ള ഒരാളായിട്ട് നമ്മൾ അങ്ങനെ ഇത് ചെയ്യുന്നു. സങ്കല്പിക്കുന്നു. ഓക്കെ, ഉം ഉം അപ്പൊ നമ്മൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് നമ്മൾ സ്വയം നമ്മളെ ജഡ്ജ് ചെയ്യും, റൈറ്റ്? അങ്ങനെ ആവാൻ നോക്കുന്ന
മാം അതായത് ബ്യൂട്ടി പോഡൻ മാം പോക്ക് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ആക്ച്വലി നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരുമ്പോൾ ഈവൻ ഫിയർ അല്ലെങ്കിൽ ആങ്കർ അങ്ങനെയുള്ള തോട്ട്സ് എന്തെങ്കിലും വരുമ്പോൾ പോഡൻ പോക്ക് ചെയ്ത് നമ്മൾ അതിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് വി ആർ ട്രൈയിങ് ഫോർ ദാറ്റ് ആസ് യു ബ്യൂട്ടി സെഡ്. മാം ബ്യൂട്ടി മാം പ്ലീസ് മാം. ഞാൻ ഉത്തരം പറയോട്ടെ, അതോ നിങ്ങൾ തന്നെ പറയൂ എല്ലാരും കൂടെ പരസ്പരം? അല്ല മാം, ഒരു സംശയം ചോദിച്ചോട്ടെ മാം? ഞാൻ പറയും. മാം, ഈ ചോദ്യം ചോദിക്കുന്ന ആള് ബാർസ് ആക്സസ് ബാർസ് പഠിച്ച ആളാണോ മാം? അറിയില്ല, ഞാൻ കാണുന്നില്ല ആരാ അതൊന്ന് ചോദിക്കുന്നത്. ഒന്ന് ചോദിക്കാവോ? ഞാൻ ആക്സസ് ബാർസും ഫേസ് ലിഫ്റ്റും പഠിച്ചിട്ടുണ്ട്. ആരാ എനിക്ക് കാണുന്നില്ല. ഫർസാന ഫർസാന ചേച്ചി. ഓ, ഓക്കെ ഓക്കെ ഓക്കെ, റൈറ്റ്. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് എനർജി എന്നുള്ളതിനെ കൃത്യമായിട്ടൊരു നോളജ് ഉണ്ടായിരിക്കണം. ഓക്കെ, ആക്സസിന്റെ കൺസെപ്റ്റ്, ആക്സസ് എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് ആണ്. കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒന്നിനെയും വിധിക്കുന്നില്ല. എന്താണ് ശരിക്കും ഊർജം എന്നാണ് മനുഷ്യർ കരുതുന്നത്? ഒരു വ്യക്തിയുടെ ഉള്ളിലൂടെ ഒഴുകുന്ന ഇത്ര ഉള്ള കാര്യമാണോ ഊർജം എന്നാണോ മനുഷ്യർ സങ്കല്പിക്കുന്നത്? എങ്കിൽ ആദ്യം എന്താണ് ഊർജം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ഒരു സ്റ്റഡി നടത്തും. ഓക്കെ, ഞാൻ എന്തെങ്കിലും ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ എൻ്റെ തലയ്ക്ക് ചാടിക്കയറാൻ വരും. അതിനേക്കാൾ നല്ലത് എന്താണ് ഊർജം, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യൂ. നിങ്ങൾക്ക് കഴിയുന്ന സകല ക്ലാസ്സുകളിലും എല്ലാ സ്ഥലങ്ങളിലും പോകൂ. ഊർജം എന്താണെന്ന് കൃത്യമായി പഠിച്ചിട്ട് വന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ചർച്ച എടുക്കാം. പോരെ? യെസ് യെസ്. ഓക്കെ. ആൻഡ് ഫോർ യുവർ ഇൻഫർമേഷൻ, ഇവിടെ 10-30 വർഷമായി ആക്സസ് പ്രോസസ്സുകൾ അനേകർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 6 വർഷത്തോളമായിട്ട് ഞാൻ ആക്സസ് പ്രോസസ്സുകൾ ചെയ്യാറുണ്ട്. എല്ലാവർക്കും പ്രോസസ്സ് ചെയ്തു കൊടുക്കും. തുടക്കമൊക്കെ കുറേ പേർക്ക് ചെയ്യുമായിരുന്നു. ഒരു ദിവസത്തിന് 5-6 പേർക്ക് ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് അത്രയും പേർക്ക് മീൻസ് ഞാൻ രാവിലെ 6 മണി തൊട്ട് രാത്രി 10 മണി വരെ ഇരുന്ന് പ്രോസസ്സ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറി. പിന്നെ ആലോചിച്ചു, ഇല്ല ഇങ്ങനെയല്ല വേണ്ടത്, ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും നല്ലതെങ്കിൽ അവർ തന്നെ അത് ചെയ്തോളുമല്ലോ എന്നുള്ളൊരു അവസ്ഥയിലോട്ട് കടന്നു വന്നു. ഓക്കെ, ആൻഡ് എനിക്ക് അറിയുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നവരെല്ലാം കൂടുതൽ കൂടുതൽ ബോധതലത്തിൽ ഉയരുകയും സന്തോഷവാന്മാരായിട്ടിരിക്കുന്നതുമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന ഒരാളെ നോക്കിയിട്ട് അയാൾ മോശക്കാരനാണെന്ന് ജഡ്ജ് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. നമ്മൾ മറ്റൊരു വ്യക്തിയെ നോക്കി ഈ വ്യക്തി മോശമാണ് എന്ന് ചിന്തിച്ചാൽ ആ നിമിഷം നമ്മൾ മോശക്കാരായി കഴിഞ്ഞു. ഒരു വ്യക്തി ഒരുപക്ഷെ അവര് കുഞ്ഞുനാള് മുതൽ ആരെങ്കിലും റേപ്പ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടാവും, എല്ലാവരും അവരെ പറ്റിച്ചിട്ടുണ്ടാവും. ആ പ്രയാസങ്ങളോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ മറ്റുള്ളവരെയൊക്കെ കാണുമ്പോൾ ഭയം തോന്നും, വെറുപ്പ് തോന്നും, ലോകത്തിനോട് തന്നെ വെറുപ്പ് തോന്നിയായിരിക്കും ജീവിക്കുന്നത്. അവരുടെ പ്രയാസങ്ങളൊക്കെ കണ്ടിട്ട്, അല്ലെങ്കിൽ അവർ നമ്മളെ കാണുമ്പോൾ വിഷമിക്കുന്നത് കണ്ടിട്ട് അവർ നെഗറ്റീവ് പേഴ്സൺ ആണെന്ന് വിധി എഴുതാൻ നമ്മൾ ആരാണ്? മറ്റൊരു വ്യക്തിയെ നോക്കി അവർ നെഗറ്റീവ് ആണെന്ന് പറയാൻ നമുക്ക് ആരാണ് അധികാരം തന്നത്? Stop this. Okay. ഹലോ മാം, പറഞ്ഞോട്ടെ മാം. മാം തമാശ എന്താന്ന് വെച്ചാൽ ആക്സസും ഫേസ് ലിഫ്റ്റും ഒക്കെ പഠിച്ചവരാണ് ഇപ്പൊ ജഡ്ജ് ചെയ്യുന്നത്. അല്ലല്ല, ജഡ്ജ് ചെയ്യുന്നതല്ല. അവരിങ്ങനെ ഇവിടെ നിന്ന് എൻ്റെ അടുത്തുനിന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ട് പോകും. പുറത്ത് പോകുമ്പോൾ അവർ അടുത്ത് റേക്ക് പഠിക്കാൻ പോകും, പിന്നെ പ്രാണിക്ക് പഠിക്കാൻ പോകും, പിന്നെ EFT അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ പിന്നെ കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, സോ അപ്പൊ ഏതാ ശരിയെന്ന് ആലോചിക്കും. അങ്ങനെ അവർ വീണ്ടും മാം, അത് കൺഫ്യൂഷന്റെ അല്ല, ഐ ഷുഡ് ഗിവ് ദം എ പ്രോപ്പർ റിപ്ലൈ. അപ്പൊ അതിനുള്ള നോളജ് എനിക്കില്ല. whatever you say, they will not accept it. ആരെയും ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നിൽക്കരുത്. Let be what they like. Okay? Okay. If you want to see an example, you just look at me. And look, people who are there for access ഒക്കെ 15 years ആയിട്ട് ചെയ്യുന്ന ആൾക്കാരെ നോക്കൂ. And we are doing like simple processes. നമ്മൾ കുഞ്ഞു പ്രോസസ്സുകൾ ചെയ്യുന്നതിലൂടെ ലൈക്ക് ആക്ച്വലി എനർജിയെ കുറിച്ച് ആദ്യം നന്നായിട്ട് പഠിക്കുക. അതാണ് ആദ്യം ബോധ്യം വേണ്ടത്. ഓക്കെ, മുറി വൈദ്യൻ ഒരാളെ കൊല്ലുമെന്നും കൂടെ മനസ്സിലാക്കുക.
ഓക്കെ, ശരി. ഫൈൻ. മാം ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഉം. ഈ ആക്സസ് ഒരു ഹീലിംഗ് മൊഡാലിറ്റി ആണോ? അല്ല, അങ്ങനെ ഓക്കെ 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 അത് കേട്ടായിരുന്നു. ആക്സസ് ഒരു ഹീലിംഗ് മൊഡാലിറ്റി അല്ല. ആക്സസ് എന്ന് പറയുന്നത് ബോധം. ബോധം, കോൺഷ്യസ്നസ് എന്ന വാക്കിന്റെ അർത്ഥം ബോധം. അതാണോ കുറച്ച് മാം മുന്നേ ഊർജം? സംസാരിച്ചില്ലേ, ഈ ലോകത്ത് ആരാണ് നെഗറ്റീവ് പോസിറ്റീവ് എന്ന് ചോദിച്ചില്ലേ? അത് ഉം. ബോധം ലഭിക്കുന്നതുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ബോധം ഇല്ലാത്തവർ വിചാരിക്കും ഞാൻ പോസിറ്റീവ്, ബാക്കി എല്ലാവരും നെഗറ്റീവ്. കരയുന്ന ഒരു വ്യക്തിയോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദേ ആർ നെഗറ്റീവ്. ഓക്കെ. എന്നാൽ ബോധം നമ്മളിൽ വരുമ്പോ നമ്മൾ തന്നെ നോക്കും, ഒരു വ്യക്തി കരയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അവർ നെഗറ്റീവ് ആണോ? ഒരാൾ വിഷമിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അവർ നെഗറ്റീവ് ആണോ? ഒരു വ്യക്തി ദേഷ്യപ്പെടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അവർ നെഗറ്റീവ് ആണോ? നോ, they might be going through a tough time. Okay, right. My dear all, thank you so much. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് സ്വയം ജഡ്ജ് ചെയ്യാതെ, ആരെയും ജഡ്ജ് ചെയ്യാതെ, കൊച്ചുമക്കളൊക്കെ ഉണ്ടല്ലോ അവരെ പോലെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ജീവിക്കൂ. റൈറ്റ്? എൻജോയ് ദി ലൈഫ്, എൻജോയ് എവറിഥിങ്. കേട്ടോ? ശരി. മാം മാം താങ്ക് യു മാം. എനിക്കൊരു ക്ലാസ് ഉണ്ട് 9 മണിക്ക്. മാം പോകുകയോ Last മാം? question. I'll take the ഹലോ last question. താങ്ക് യു Yeah. സോ മച്ച്. താങ്ക് യു. എന്താണ്? പ്ലീസ് ആസ്ക്. ഓക്കെ, ക്വസ്റ്റ്യൻ പോയി എന്ന് തോന്നുന്നു. നെക്സ്റ്റ് ടൈം കേട്ടോ. ശരി, അപ്പോ നാളെ നമുക്ക് നാളെ ആക്സസിന്റെ ബാസ് ക്ലാസ് ഉണ്ട് ആൻഡ് ഫേസ് ലിഫ്റ്റിന്റെ ക്ലാസ് ഉണ്ട്. നോക്കൂ, ഒരു കാര്യം നിങ്ങളോട് ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം, അത് പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഈ ലോകത്ത് എനർജി വർക്കുകൾ ചെയ്തിട്ടൊന്നും അല്ല ഈ മനുഷ്യരൊക്കെ ഇത്രയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. കേട്ടോ? ഓൾറെഡി കടന്നു വരുമ്പോ തന്നെ എല്ലാം പോയേന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് പലരും. നോട്ട് എവറിബഡി. അത്രയും പ്രയാസങ്ങളിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരും കടന്നു വരുന്നത്. നമ്മളൊക്കെ അങ്ങനത്തെ അവസ്ഥകളിൽ നിന്നാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എവറിബഡി, ഇഫ് യു റിയലി ലുക്ക് അറ്റ് എവ്രി വൺ, എനർജി വർക്ക് ചെയ്യുന്നവര് ചെയ്യാത്തവര്, എവ്രി വൺ ഇസ് ഇൻ പെയിൻ. അപ്പൊ നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മൾ ഒരു പ്രോസസ്സ് ചെയ്തു കൊടുക്കുമ്പോൾ, അയ്യോ ഇവർക്ക് ഈ പ്രോസസ്സ് ചെയ്തു കൊടുത്തത് കൊണ്ടാണ് എന്റെ ജീവിതത്തിൽ പ്രശ്നം വന്നത്, അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ. എന്താണ് എനർജി എന്ന് ശരിക്കും മനസ്സിലാക്കുക. എവറിത്തിങ് ഈസ് എനർജി. ഫുഡ് ഈസ് എനർജി. ഓക്കെ, എവറിത്തിങ് ഈസ് എനർജി. ദ ചെയർ ഐ എം സിറ്റിംഗ് ഈസ് എനർജി. എവറിത്തിങ് ഈസ് എനർജി. ഈ ലോകം, ഈ പ്രപഞ്ചം തന്നെ എനർജിയാണ്. ജസ്റ്റ് ഗോ ആൻഡ് ഗെറ്റ് സം അവയർനെസ് മൈ ഡിയേഴ്സ്. താങ്ക് യു സോ മച്ച്. ബൈ. താങ്ക് യു. താങ്ക് യു.